സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഷെയറുകൾ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾ അല്ലെങ്കിൽ സ്റ്റോക്ക് ഡെറിവേറ്റീവുകൾ വാങ്ങുവാനും വിൽക്കുവാനും ഉള്ള ഒരു ഇലക്ട്രോണിക് മാർക്കറ്റിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് നിലവിലുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE, രണ്ടാമത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഇന്ത്യയിലെ ഏറ്റവും പഴക്കേറിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ 6000-ൽ പരം വരുന്ന കമ്പനികൾ ലിസ്റ്റ് ചെയ്ത ഒരു എക്സ്ചേഞ്ച് കൂടിയാണ് BSE. NSEയിലാണെങ്കിൽ 2000-ലധികം വരുന്ന കമ്പനികളും ഏറ്റവും കൂടുതൽ വോളിയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ടേൺ ഓവറുള്ള കമ്പനികളും ലിസ്റ്റ് ചെയ്ത ഒരു എക്സ്ചേഞ്ചാണ് NSE. നമുക്ക് ഒരു ഷെയർ നമുക്ക് വാങ്ങുവാനും വിൽക്കുവാനും ഈ എക്സ്ചേഞ്ച് വഴിയാണ് സാധിക്കുക. NSEയിൽ ഒരു സ്റ്റോക്ക് മേടിച്ചാൽ നമുക്കത് BSEയിൽ നാളെ നമുക്ക് വിൽക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ BSEയിൽ ഒരു സ്റ്റോക്ക് മേടിച്ചാൽ നമുക്കൊരു വർഷം കഴിഞ്ഞ് NSEയിൽ വിൽക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു സ്റ്റോക്ക് വാങ്ങുവാനും വിൽക്കുവാനും നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ NRI സ്റ്റാറ്റസിലുള്ള GCCയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ അക്കൗണ്ട് വഴി മാത്രമാണ് നമുക്കൊരു ഷെയർ വാങ്ങുവാനോ വിൽക്കുവാനോ മ്യൂച്വൽ ഫണ്ട് ETF ഇൻവെസ്റ്റ് ചെയ്യുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ.